ഹലോ ഗൈസ്, അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ മല തന്നെ വിട്ടുണ്ട് മൈൻക്രാഫ്റ്റ് ദൈവങ്ങളെ. നല്ല ലാഗ് കാരണം വേൾഡ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കുറച്ച് നേരമല്ലേ ആയുള്ളൂ. അപ്പം അങ്ങനെയായിരിക്കും. അതിന് എന്നെയും പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ റെക്കോർഡറിനെയും പറഞ്ഞിട്ട് കാര്യമില്ല. മോജോ ലോഞ്ചറാണ് കാരണം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് വെട്ടിയന്മാരെ അവിടെ തന്നെ ഇരിക്കട്ടെ, അത് വളർന്ന് വലുതാവട്ടെ, എന്നിട്ട് നമുക്ക് പിന്നെയും വെട്ടാം. ഇപ്പോൾ ഞാൻ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും കുറച്ച് സ്റ്റിക്കും ഉണ്ടാകട്ടെ. ഒരെണ്ണം മതി ക്രാഫ്റ്റിംഗ് ടേബിൾ, 10-40 ഉണ്ടാക്കല്ലേ. ഓക്കെ, ഇനി ഒരു പിക്കാക്സ് കൂടി. പിക്കാക്സ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഇതാ ഇങ്ങനെയാണ് പിക്കാക്സ് ഉണ്ടാക്കൽ. ഓക്കെ, ഞാൻ കുറേ സ്റ്റോണൊന്ന് കളക്ട് ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ക്രാഫ്റ്റിംഗ് ടേബിളും കൂടി എടുക്കാം. ഓക്കെ, ഹാർഡ് കോറാണ്, സൂക്ഷിച്ച് കളിക്കണം. സൂക്ഷിച്ച് കളി. ഓക്കെ, ഞാൻ അത്യാവശ്യം സ്റ്റോൺ കളക്ട് ചെയ്തു. ഇനി സ്റ്റോൺ ടൂൾസിലേക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. സ്റ്റോണ്, പിക്കാക്സ്, കുറച്ച് സ്റ്റിക്ക് കൂടെ വേണം. ഓക്കെ, ഒരു സ്റ്റോൺ ആക്സ്. ഇനി ഒരു സോഡ് ഉണ്ടാക്കാം. ഓക്കെ, ഒരു സോഡ്. ഓക്കെ, ഒരു ശവലം കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ റെഡി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫുഡാണ് നമുക്ക് മെയിനായി വേണ്ടത്. കുറേ ഫുഡ് നമുക്കൊന്ന് കളക്ട് ചെയ്യാം. കാരണം എല്ലാ ജന്തുക്കളെയും തല്ലിയുണ്ട് കൊല്ലാം. ഫുഡ് കട എവിടെ എല്ലാത്തിനെയും കുരുതി കൊടുക്കണം ഗൈസ്. ഫുഡ് ഇനി കുറച്ചുകൂടി ഫുഡ് ഒന്ന് കളക്ട് ചെയ്യാം. ഇപ്പോഴാണ് ഫുഡിൻ്റെയൊക്കെ ആവശ്യം വരിക, പറയാൻ പറ്റില്ല. ഇവിടെ ഒരു കേവ്. ക്രീപ്പർ ഓടിക്കോ. ചാടാൻ പറ്റില്ല. ആൾക്കാർ പോയി പോടാ. ഓക്കെ, രക്ഷപ്പെട്ടു. ഞാനൊരു മൈൻക്രാഫ്റ്റ് ഗോഡായതുകൊണ്ട് രക്ഷപ്പെട്ടു ഗൈസ്. ആൾക്കാർ കയ്യിന്ന് പോയില്ല. പിന്നെ കുറേ ഫുഡ് കളിക്കണം. ഫുഡ് ഒക്കെ ഒരു സ്മോക്കർ ഉണ്ടാക്കി, ഒരു ഫർണസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ വെച്ച് സ്മെൽറ്റ് ചെയ്യാം ലീഫ് വെച്ചിട്ട്. ഇപ്പം ഞാൻ ഷീപ്പുകളിനെയൊന്നും കൊല്ലണില്ല. ഷീപ്പുകൾ നമുക്ക് ഭാവിയിൽ ആവശ്യം വരും. അതുകൊണ്ട് വെറുതെ അമ്മമാരെ കൊന്നിട്ട് ഒരെണ്ണം പോലും ആവശ്യമുള്ള സമയത്ത് കിട്ടില്ല. അതുകൊണ്ട് അമ്മമാരിപ്പോൾ കൊല്ലില്ല. ഓക്കെ, ഹാർട്ട് ഫുള്ളായിട്ട്. ഓക്കെ, ഇനി ബ്രെഡ് ഉണ്ടാക്കാം. മൂളിഞ്ച് കുറച്ചപ്പോഴേ കിട്ടി. അതുകൊണ്ടാണ് ഞാൻ അവനെ കൊല്ലില്ല പറഞ്ഞത്. ആകെ 3 മൂള് മതിയല്ലോ. 4 മാസപരമായും കൊല്ലണത് ഇത്തിരി നല്ല ഇതാണെങ്കിലും ഷീപ്പിനെ കൊന്നപ്പോൾ നമുക്ക് എന്തായാലും മൂള് കിട്ടും. ഇനി ഭാവിയിൽ ചിലപ്പോൾ മൂള് കിട്ടില്ല. ഒരു 10 എണ്ണത്തിന് കൊന്നാലേ 3 മൂള് കിട്ടുള്ളൂ എന്നാണെങ്കിൽ നമുക്ക് ഇതേപോലെ കടന്നു നടക്കാൻ പറ്റില്ല. അതാണ് അവസ്ഥ. ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഈ എപ്പിസോഡിൽ തന്നെ നമുക്ക് അതിന് ആർമർ ആവണം.
പ്രൊട്ടക്ഷൻ കിട്ടും. ഓക്കെ, സോഡ് ഉണ്ടാക്കി കാര്യമില്ല. കോപ്പർ സോഡാണെങ്കിലും വലിയ കാര്യമൊന്നുമില്ല. രണ്ടിനും ഒരേ ഡാമേജ് ഒക്കെ തന്നെയാണ്. 5 അറ്റാക്ക് ഡാമേജ്, സ്പീഡ് 1.6. വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു വ്യത്യാസമില്ല. ഡ്യൂറബിലിറ്റി ഇത്തിരി കൂടുതൽ തന്നെ ഉണ്ട്. ഞാൻ എക്സ്പ്ലോർ ഒന്ന് ചെയ്ത് നോക്കട്ടെ. വല്ല കേവ് വല്ലതും, വലിയ കേവോ റവീനോ വല്ല കിട്ടുന്നില്ല. അത്യാവശ്യം വലുതാണ്, പക്ഷെ അയണൊന്നും കാണില്ല. കോപ്പറുള്ള എടുത്തിട്ട് പോവാം. വെള്ളത്തിൻ്റെ അടിയിലുള്ള എടുക്കാൻ നിൽക്കുന്നില്ല, ചിലപ്പോൾ റിസ്ക് ആവും. ഓക്കെ, ഓപ്പർ ഞാൻ ഇത് 53 കളക്ട് ചെയ്തു. ഇനി ഒന്ന് എൻ്റെ ബേസിക്ക് തന്നെ ഒന്ന് തിരിച്ചു പോകട്ടെ. കുറച്ച് കോഴികളെ തല്ലിക്കൊല്ല. കോഴികളിലെ ഇത് ചിക്കൻ അത്ര ടേസ്റ്റൊന്നുമില്ല, അതിനത്ര ഹങ്കർ കൂടില്ല. എന്നാലും കുഴപ്പമില്ല, ഫുഡ് തന്നെ ഇരിക്കട്ടെ. ഓക്കെ, എൻ്റെ ബേസ് അവിടെ എവിടെയോ ആണ്, മരങ്ങളുടെ അടുത്താണ്. കോപ്പർ കുറച്ച് റെഡിയായി. ഇനി നമുക്ക് ഒരു ലെഗീൻസ് ഉണ്ടാക്കാം. ഓക്കെ, ഒരു ലെഗീൻസ് ഉണ്ട്. ഹെൽമെറ്റ് അല്ലേ, അതെങ്ങനെയാണ് ലെഗീൻസ്? ഒരുപാട് ലെഗീൻസ് വേണ്ട, ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. ഒരു കോപ്പർ പിക്കാക്സ് ഉണ്ടാക്കാം. അതുണ്ടായിട്ടും വലിയ കാര്യമില്ല, എന്നാലിരിക്കട്ടെ. പിന്നെ നമുക്ക് ഒന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഫുഡൊക്കെ ഒന്ന് ആവട്ടെ. ആർമർ എന്തായാലും നമുക്ക് ആവണം, ടൂൾസ് പറ്റിയാവാം. പാത്തോ എന്തായാലും ഇവിടെയുള്ള കുറച്ച് കൗവിനെയൊക്കെ ഒന്ന് തല്ലിക്കൊല്ല. വില്ലേജറൊക്കെ കിട്ടുമല്ലോ. വില്ലേജ് ഇത്ര അടുത്തുണ്ടാകുന്ന ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എനിക്ക് തോന്നി ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, കാരണം പ്ലെയിൻസിലൊക്കെ വില്ലേജ് ഉണ്ടാവുമല്ലോ, ഉണ്ടാവേണ്ടതാണല്ലോ. വില്ലേജ് ഉണ്ടാവുമെന്ന് അറിയാമായിരുന്നു. പിന്നെ ആരൊക്കെങ്കിലും ഈ സീഡ് ആരെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ സീഡ് ഞാൻ താഴെ കൊടുക്കാം. എന്താ ഇതും കോർഡിനേറ്റ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് വില്ലേജ് എന്തായാലും നല്ലതായി കിട്ടിയത്. നൈറ്റ് ആവാറായല്ലോ. ഇനി ബേസ് വരെ പോകാൻ ടൈം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ എവിടെയെങ്കിലും വില്ലേജത്തെ ബെഡ് കയറി കിടന്നുറങ്ങാം. നല്ല അടുത്തായിരുന്നു കേട്ടോ, കുറച്ച് ദൂരം പോയാൽ മതി. ഫുഡ് ഇടാം. ഇവിടെ വലിയ കേവ് ഉണ്ട്. മതി മതി, അയണൊക്കെ ഉണ്ട്. ഫുഡിനുള്ള കാര്യം റെഡിയായി. അവിടെ ഫുഡ് ഇറങ്ങി അവ നോക്കിക്കൊണ്ട് നിൽക്കണേ. ഓക്കെ, ഇവിടെ ബുക്ക് ഷെൽഫൊക്കെ ഉണ്ട്. ഇവിടെ ബെഡുണ്ട്. മാറാൻ കിട്ടി. അമ്മമാർ കിടന്നുറങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല. അമ്മമാർ കിടന്നുറങ്ങിയ നേരം വിളിക്കില്ല. ഓക്കെ, പഞ്ചൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. 2 ആണ്. കുറച്ച് ഏതെങ്കിലും കളക്ട് ചെയ്യട്ടെ. ആൻഗോൾട്ട് ഞാൻ കൊല്ലുന്നില്ല, കാരണം അവനാണ് പ്രൊട്ടക്ഷനായിട്ടുള്ളത്. അവനെ കൊല്ലുന്നില്ല. വില്ലേജിൽ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റുന്നതൊക്കെ ഞാൻ അടിച്ചു മാറ്റുന്നുണ്ട് ഗൈസ്. ബുക്ക് ഷെൽഫ് അടിച്ചു മാറ്റി. മുകളൊന്നുമില്ല, ഓവർ. പിന്നെ ഞാനവിടെ മൈനിങ്ങിന് പോട്ടെ. റീസ്പോൺ സെറ്റ് ചെയ്യാൻ വന്നതാണ് ഗൈസ്. ഞാൻ നോർമൽ വേൾഡാണ് വിചാരിച്ചിട്ട് ഇപ്പോഴും കളിക്കുന്നത്. അതാ ഞാൻ റീസ്പോൺ സെറ്റ് ചെയ്യാനൊക്കെ പോയി പോട്ടെ.
ബെഡ് എടുക്കട്ടെ. ബെഡ് എടുക്കണ ചിലപ്പോൾ വല്ല കൂടെ MLG ഒക്കെ ചെയ്യേണ്ട അവസ്ഥ വന്നാലും, അതുകൊണ്ട് MLGക്ക് വേണ്ടിയിട്ട് ബെഡൊക്കെ എടുക്കാം. ചാടിക്കോ. ഓക്കെ, MLG സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അയാൾ എടുക്കാൻ വന്നാൽ അവ സമ്മതിക്കില്ല. അപ്പുറത്ത് ആരൊക്കെയോ വരുന്നുണ്ട് എന്നെ കൊല്ലാൻ. നോക്കി കണ്ട് കളിക്കടാ. അയ്യോ, ഒരു പടേനളകി വരുന്നുണ്ടല്ലോ. മൈൻക്രാഫ്റ്റിനെ കൊല്ലാൻ നോക്കണ്, ഇഞ്ചിഞ്ചായി കൊല്ലാൻ നോക്കണ്. 6, 7, 8, 10 നോക്കുന്നുണ്ടല്ലോ. 1, 2, 3, 4, 5, 6, 7, 9 ഇല്ല 6 ഉള്ളൂ. ആരൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. ചാവടങ്ങ് മാരെ കൊല്ലാൻ പെട്ടപ്പോൾ ആളേ മാരി നിന്നേരണ്ടേ. അപ്പം ഞാൻ അത്യാവശ്യം അയണൊക്കെ ഒന്ന് കളക്ട് ചെയ്യട്ടെ ഗൈസ്. ഓക്കെ, ഞാൻ കുറച്ച് കളക്ട് ചെയ്തു. ഇനി ഒരു ഇതുണ്ടാക്കട്ടെ പെട്ടെന്ന്. ഞാൻ ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് സേഫ് ആവും. ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ ഇവിടെ നിൽക്കാൻ മറന്ന് പോട്ടെ. ഓക്കെ, ഒരു ഇതുണ്ടാക്കി ചെസ്റ്റ് പ്ലേറ്റ്. നമുക്ക് ഈ കോപ്പർ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ഒരു കുഴി കുഴിക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് കോപ്പർ ആർമർ കളയാം. അവിടെ കിടക്കട്ടെ. ഓക്കെ, ഇനി ഒരു അയൺ പിക്കാക്സും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഡീപ്പിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, റെഡി. ഇനി നമുക്ക് കുറച്ചും കൂടി ഡീപ്പിലേക്ക് പോവാം. ഓക്കെ, ഞാൻ കുറച്ച് ഡീപ്പ് എത്തി. ഇവിടെ കയൺ കാണുന്നുണ്ട്. നമുക്ക് ആദ്യം മുകളിലത്തെ എടുക്കാം, അത് കഴിഞ്ഞിട്ട് താഴത്തെ എടുക്കാം. ഒന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഞാൻ ഡീപ്പ് സെലക്ട് ലെവൽ വരെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഡയമണ്ട് കണ്ടുപിടിക്കാൻ എല്ലാം അങ്ങോട്ട് വന്ന് അയൺ കണ്ടുപിടിക്കാൻ തന്നെയാണ്. ഇതാ ലാപ്പിസ്. നമുക്ക് ലാപ്പിസൊക്കെ ആവശ്യം വരും. നല്ല ആവശ്യമുള്ള സാധനം ലാപ്പിസ്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഒക്കെ നമുക്ക് മെയിൻ ചെയ്യാം. ആദ്യമേ നമ്മൾ എന്തായാലും ഈ സീരീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 എപ്പിസോഡൊക്കെ പോകട്ടെ കേസ്. അത് പക്കാ ഷുവറാണ്. ഇപ്പോൾ ഓപ്പൺ എടുക്കാൻ പറ്റുമെന്നാലും ഞാൻ അതിനടുത്ത് തന്നെ ഉള്ളൂ. പിടിപ്പിക്കല്ലടാ സോട് കൊല്ലാണ്. എന്താ കാണിക്കും അടുത്തത് ചാവട. അതെന്താ കാണിക്കുന്നു? എന്താ കണ്ട ആർക്കവറായതുകൊണ്ട് കേസ് ഒരു പ്രോ മൂവൊക്കെ കാണിക്കുന്നുണ്ടാ അടി കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ആർക്കോറിൽ ഇങ്ങനെ ഉണ്ടാവും. ടൈം പിടിച്ചുട്ടാ അയന് സോടും കൊണ്ടൊക്കെ വരണം. കിട്ടി ആക്സൊന്നും അല്ലല്ലോ. മൈൻക്രാഫ്റ്റിലാകെ ആക്സും കൊണ്ട് വരണം ബ്രൂട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഭാഗ്യം. ഡയമണ്ട് ഞാൻ എടുക്കണം പറഞ്ഞ് വന്നതല്ല. ഡയമണ്ട് കണ്ടാൽ പിന്നെ എടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? സോംബിയുടെ കയ്യിലൊക്കെ ആക്സ് കൊടുത്ത് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഹാർഡ്കോർ കളിക്കുന്നത് ശരിയല്ല. അയാൾക്ക് ഇഷ്ടം പോലെ കിട്ടി. 45 6 അല്ല 45 കിട്ടി. ഒരു ബൂട്ടും കൂടെ ഉണ്ടായി. ഒരു ബൂട്ടും കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഫുൾ അയൺ ആർമർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഫുൾ അയൺ ആർമർ നമ്മൾ കംപ്ലീറ്റ് ആയി. നമുക്ക് മുകളിലേക്ക് പോയിട്ട് ടോർച്ചർ ചെയ്യാം.
ഞാനൊന്ന് മൂടെത്തട്ടെ ഗൈസ്. ഞാൻ മോള് വില്ലേജ് എത്തി. ഇനി ഞാൻ എൻ്റെ ബേസ് ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. അവിടെ അത്ര സുഖമില്ല. ഞാൻ വില്ലേജിൻ്റെ അടുത്ത് തന്നെ ബേസ് ഉണ്ടാക്കാൻ പോട്ടെ. അപ്പം ഞാൻ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. ഓക്കെ, ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു. ഈ ചെസ്റ്റ് അവിടെ കൊണ്ടുപോയി വെക്കണം. എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കാൻ പാടില്ല. ലൈക്കും എല്ലാവരും ചെയ്യുക. എല്ലാ വീഡിയോനും ലൈക്ക് ചെയ്തു കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഇനി ഫുഡ് നമുക്ക് സ്മെൽ ചെയ്യണം. ക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ ചെസ്റ്റ് വെച്ചിട്ട് കാര്യമില്ലല്ലോ. എടുക്കട്ടെ. അതൊക്കെ ഷുഗർ കേക്ക് നമുക്ക് അവിടെ കൊണ്ട് നട്ട് വയ്ക്കാം. അത് ചെസ്റ്റ് വെച്ചിട്ട് കാര്യമില്ല. ഷുഗർ കേക്ക് നമുക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം മാക്സിമം. ഇല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് ഷുഗർ കേക്കൊന്നും കിട്ടില്ല. ഓക്കെ, ഇനി ഫുഡ് ഒന്ന് സ്മെൽ ചെയ്യട്ടെ. ലീഫ് വെച്ചിട്ട് സ്മെൽ ചെയ്യിപ്പിക്കാം. ഓക്കെ, കണക്കാവുന്നുണ്ട്. നമുക്ക് അയൺ ടൂൾസിലോട്ട് മാറാം. ഓക്കെ, നമ്മൾ ടൂൾസ് റെഡിയാക്കാൻ പോകുന്നു. നെക്സ്റ്റ് നമുക്ക് സ്റ്റിക്കടെ കൊണ്ട് വെച്ചിട്ട് മാക്സ് ഒരു സോഡ്, ഒരു ഷാവൽ കൂടെ ഉണ്ടാക്കാം. അതിന് മുമ്പ് ഒരു സ്റ്റിക്ക് ഉണ്ടാക്കാം. നമുക്ക് ഒരു ഷാവൽ കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ടൂൾസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓ ഒരു മറ്റേത് കൂടി വേണം, ഹോയും കൂടി വേണം. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്നില്ല, ആവശ്യമുള്ളപ്പോൾ ഉണ്ടാക്കും. റെഡി. ഫുഡൊക്കെ നമ്മൾ കയ്യിൽ തന്നെ വെക്കണം. അതൊന്നും ചെസ്റ്റ് വെച്ചിട്ട് കാര്യമില്ല. ഹാർഡ് കോറല്ലേ, ചത്തു സാധനങ്ങൾ പോവുക പറഞ്ഞ ടെൻഷന് കാര്യം വലുതാണ്. നമ്മൾ ഇത്ര അച്ചീവ്മെൻറ്റ് മറ്റേ എപ്പിസോഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. എർലി ഗെയിമിൽ അച്ചീവ്മെൻറ്റ് ചടപടയെന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ 1 2 3 4 5 6 8 അച്ചീവ്മെൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഒന്നുമില്ല വല്ല ബ്രീഡറോ അയൺ ഫാമോ അല്ലെങ്കിൽ വല്ല പെറ്റിനെ കണ്ടുപിടിക്കലോ. ഞാൻ അവിടെ ഒരു പെറ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പുതിയ ഡോഗില്ലേ, ആ ഡോഗിനെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെ ടൈം ചെയ്യാൻ നിന്നില്ല. അടുത്ത എപ്പിസോഡ് ചെയ്യാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡ് കാണാൻ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്.